വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ സദാ റബ്ബിനോട് ആഗ്രഹത്തോടെ തേടിക്കൊണ്ടിരിക്കുന്ന പ്രകാശം, റഹ്മാനായ റബ്ബിൻ്റെ പ്രകാശം, ആ പ്രകാശത്തെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. അല്ലാഹു നൂറുസ്സമാവാതി ആകാശങ്ങളുടെയും വൽ അർദി ഭൂമിയുടെയും പ്രകാശമാകുന്നു. എല്ലാവർക്കും സുപരിചിതമായ പദം. അല്ലാഹു നൂറ് സമാവാത്ത് അൽ അർദ്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ. മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ. കമിഷ്കാത്തിൻ, വിളക്ക് വെക്കുവാനുള്ള ഒരു മാടം പോലെയാകുന്നു. വിളക്കുകൾ വെക്കുവാൻ വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ ചുമരുകൾക്കിടയിൽ ചില പഴുതുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെയൊക്കെ നാടുകളിൽ വെടിപ്പഴുതുകൾ എന്ന് പറയും. അതല്ലെങ്കിൽ കുറച്ചും കൂടെ നാടൻ ഭാഷയിൽ പറയുമ്പോൾ വെടിപ്പേതുകൾ എന്ന് പറയും. അതിലേക്ക് വിളക്കങ്ങോട്ട് വെച്ചാൽ ചുമരിലുണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേകമായ ഒരു ഇടമാണത്. അതിൽ വിളക്ക് വെക്കുന്നത് എന്തിനാണ്? കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ നാളങ്ങൾ പോയി വെളിച്ചം കുറയൂല. അങ്ങനെ തന്നെ ശരിക്ക് കത്തും, കാറ്റ് വരൂല, കെട്ടുപോകൂല, അണഞ്ഞു പോകൂല. മാത്രമല്ല അതിൻ്റെ ആ പ്രകാശം ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒരു കൃത്യമായി തന്നെ അങ്ങനെ പരന്ന് നിൽക്കും. അതാണ് മിഷ്കാത്ത്. മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ വിളക്ക് മാടം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉദാഹരണം കമിഷ്കാത്തിനൊരു വിളക്ക് വെക്കുന്ന മാടം പോലെയാണ്. ഫീഹ, അതിലെന്തുണ്ട്? മിസ്ബാഹുൻ, ഒരു വിളക്കുണ്ട്. ആ വിളക്ക് മാടത്തിൽ ഒരു വിളക്കുണ്ട്, അല്ലെങ്കിൽ ആ വിളക്ക് മാടത്തിൽ തിരി കത്തുന്നുണ്ട്. മിസ്ബാഹ് എന്ന് പറയുന്നത് ഫതീല, എണ്ണയിൽ മുനിഞ്ഞു കത്തുന്ന ആ തിരി. അതാണല്ലോ വിളക്ക്, കത്തുന്ന ഒരു തിരിയുണ്ട്, അല്ലെങ്കിൽ മിസ്ബാഹ് വിളക്കുണ്ട്. അൽ മിസ്ബാഹു, ആ വിളക്ക് എവിടെയായിരിക്കുന്നത്? ആ തിരിനാളം എവിടെയാണ് ഉള്ളത്? ഫീ സുജാജ, അത് ഒരു സ്ഫടികത്തിലാണ്. ആ വിളക്ക് തന്നെയും ഒരു സ്ഫടികത്തിലാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചം പിന്നെയും കൂടുകയാണ്. ആ സ്ഫടികത്തിൽ അകത്ത് കത്തുമ്പോൾ ആ സ്ഫടികം തന്നെയും ഏതുപോലെയാണ്? അസ്സുജാജതു, ആ സ്ഫടികമാവട്ടെ, അസ്സുജാജതു, ആ സ്ഫടികം, കഅന്നഹ, അതേതുപോലെയുണ്ട്, അതേതുപോലെ ഇരിക്കുന്നു, കൗകബുൻ, നക്ഷത്രം പോലെ. കൗകബ്, നക്ഷത്രം. നജമുൻ എന്നും പറയും നക്ഷത്രത്തിന്. കവാക്കിബ് എന്ന് ബഹുവചനം, മറ്റേതിൻ്റെ ബഹുവചനം നുജൂമ്. അപ്പോൾ കൗകബുൻ, നക്ഷത്രം സമാനമായ, നക്ഷത്രത്തെ പോലെയുള്ള സ്ഫടികം. എങ്ങനെയുള്ള നക്ഷത്രമാണ്? എങ്ങനെയുള്ള നക്ഷത്രമാണ്? ചെറിയൊരു കുത്തായിട്ട് നമ്മളിങ്ങനെ കാണുന്ന നക്ഷത്രമൊന്നുമല്ല. ദുര്രിയുൻ, ദുര്രിയുൻ, അത് രത്നമയമായ നല്ല ശോഭയുള്ള നക്ഷത്രമാണ്. നല്ല രത്നം പോലെ ഇങ്ങനെ തിളങ്ങാണ്, അങ്ങനെയുള്ള നക്ഷത്രമാണ് ദുര്രിയുൻ. അപ്പം ആ രത്നമയമായ, രത്നം പോലെയുള്ള മുത്തുമയമായ രൂപത്തിലുള്ള നക്ഷത്രം പോലെ. ഇനിയോ ആ വിളക്ക്, അതല്ലെങ്കിൽ ആ തിരിനാളം കത്തിക്കപ്പെടുന്നത്, യൂഖദു, അത് കത്തിക്കപ്പെടുന്നു, അത് കത്തിക്കപ്പെടുന്നു. ഔഖദ, കത്തിച്ചു. അതിന് മുളാരിയാണ് യൂഖദു. ഔഖദ യൂഖിദു, യൂഖദു, കത്തിക്കപ്പെടുന്നു. അപ്പോ യൂഖദു, അത് കത്തിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചെറിയ അധ്യായങ്ങളിൽ പോലും ഇത് കേട്ടിട്ടുണ്ട്. മൂഖദ, നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നി എത്രയത്? ഹുതമ, വമാ അദ്റാക മൽ ഹുതമ, നാറുല്ലാഹിൽ മൂഖദ. കണ്ടോ, കത്തിക്കപ്പെടുന്ന.
കത്തിക്കപ്പെടുന്ന വിറകിന് വഖൂദ് എന്നാണ് പറയുക. ഇന്ധനം, ഫ്യൂലിന് വഖൂദ് എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ നരകാഗ്നിയെ കാത്തു സൂക്ഷിക്കണം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അതിൽ കത്തിക്കപ്പെടുന്ന ഫ്യൂൽ, ഇന്ധനം എന്താണ്? മനുഷ്യരും കല്ലുകളുമാണെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഔഖദ യൂഖിദു, യൂഖദു, യൂഖദു കത്തിക്കപ്പെടുന്നു. ആ തിരിനാളം കത്തിക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? മിൻ ഷജറത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ്. അനുഗ്രഹീതമായ ഒരു ഷജറ, ഒരു വൃക്ഷത്തിൽ നിന്നാണ് കത്തിക്കപ്പെടുന്നത്. മുബാറക, അനുഗ്രഹീതമായ വൃക്ഷം. അനുഗ്രഹീതമായ വൃക്ഷങ്ങൾ, അനുഗ്രഹീതമായ വസ്തുക്കൾ കുറേയുണ്ട്. അനുഗ്രഹീത വെള്ളമുണ്ട്, സംസം അനുഗ്രഹീത വെള്ളമാണ്. മഴവെള്ളം മുബാറക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹബ്ബത്തു സൗദാ, അല്ലേ, കരിഞ്ചീരകം, അത് മുബാറക്കായ വസ്തുവാണ്. അങ്ങനെ പലതുമുണ്ട്. ഇവിടെ ഷജറത്തിൻ മുബാറക്കത്തിൻ, അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നത് കത്തിക്കപ്പെടുന്നു. വൃക്ഷത്തിൽ നിന്ന് കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൈത്തൂനത്തിൻ, അഥവാ ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാൽ. അപ്പോൾ ആ വൃക്ഷം ഏതാണ്? ഒലീവ് വൃക്ഷമാണ്. ഒലീവ് മരത്തിൽ നിന്ന് ലഭ്യമാകുന്ന എണ്ണയാൽ ആ വിളക്ക്, ആ തിരിനാളം കത്തിക്കപ്പെടുന്നു. ആ ഒലീവ് വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ലാ ശർഖിയത്തിൻ വലാ ഗർബിയ്യ, അത് കിഴക്ക് ദേശത്തുള്ളതോ പടിഞ്ഞാറ് ദേശത്തുള്ളതോ അല്ല. കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നിൽക്കുന്ന ഒലീവാണെങ്കിൽ, ഒലീവ് വൃക്ഷമാണെങ്കിൽ അതിന് സദാസമയവും സൂര്യപ്രകാശം ലഭിക്കുകയില്ല. ഒരു നേരം ലഭിക്കും, മറ്റേ നേരം കിട്ടില്ല. എന്നാൽ മധ്യമമായ സ്ഥലത്ത്, കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലാതെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൃക്ഷമാകുമ്പോൾ അതിന് സദാസമയവും വരുന്ന വെയിലും നട്ടുച്ച നേരത്തുള്ളതും പോക്കുവെയിലും എല്ലാം അതിന് എപ്പോഴും ലഭ്യമായി കൊണ്ടിരിക്കും. അറബികൾ ഇത് സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിജ്ഞാനമുള്ള ആളുകൾ പറയുന്നുണ്ട്, ഏറ്റവും മുന്തിയ ഇനം ഒലീവ് എണ്ണ, ഒലീവ് ഓയിൽ ലഭ്യമാകുന്ന വൃക്ഷം അത് സദാസമയവും സൂര്യപ്രകാശം ഏൽക്കുന്ന വൃക്ഷത്തിൽ നിന്നാണ് എന്ന്. അപ്പം ഇവിടെ ആ വസ്ഫ്, സിഫത്ത് ഒത്തിട്ടുണ്ട്. എല്ലാ സമയത്തുമുള്ള സൂര്യപ്രകാശം ഏൽക്കുവാൻ സാധ്യമാകുന്നിടത്ത് വളരുന്ന അനുഗ്രഹീതമായ ഒലീവ് വൃക്ഷത്തിൻ്റെ എണ്ണയിൽ നിന്നാണ്, അഥവാ ഏറ്റവും പ്യുവറായ, ഏറ്റവും ഉത്കൃഷ്ടമായ എണ്ണയാലാണ് ആ തിരിനാളം കത്തിക്കപ്പെടുന്നത്. ലാ ശർഖിയത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ, അതിൻ്റെ എണ്ണ, ആ വൃക്ഷത്തിൻ്റെ എണ്ണ, ആ വൃക്ഷത്തിൻ്റെ എണ്ണ നൽകുന്നുണ്ട്. എങ്ങനെ? യുദീഉ, അത് പ്രകാശം നൽകും. ആ വൃക്ഷത്തിൻ്റെ എണ്ണ പോലും ഒരു തരം പ്രകാശം നൽകുന്ന എണ്ണയാണ്. യുദീഉ, അതെന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രകാശിക്കുന്നുണ്ട്, വെളിച്ചം നൽകുമാറാകുന്ന എണ്ണയാണത്. വലൗ അദാഅ യുദീഉ, അദാഅ പ്രകാശം നൽകി, യുദീഉ പ്രകാശം നൽകുന്നു. അപ്പം ആ എണ്ണ പ്രകാശം നൽകുന്നുണ്ട്. എങ്ങനെയായാൽ പോലും വലൗ ലം തംസസ്ഹു നാറുൻ, മസ്സ സ്പർശിച്ചു, വലൗ ലം തംസസ്ഹു നാറുൻ, ആ എണ്ണയെ തീ സ്പർശിച്ചില്ലെങ്കിൽ പോലും സ്വയം വെളിച്ചം കിട്ടുന്നതാണ് ആ എണ്ണ. ആ എണ്ണ അങ്ങനെ കണ്ടാൽ തന്നെ അതിനൊരു ലൈറ്റ് ഉണ്ട്, അത്ര പ്യുവർ ഓയിലാണ്. അതുകൊണ്ടാണ് ഈ തിരുനാളം കത്തിക്കപ്പെടുന്നത്. കത്തിക്കപ്പെടുന്ന തിരുനാളം പോലും ഇരിക്കുന്നത് സ്ഫടികത്തിൽ, സ്ഫടികത്തിൽ തന്നെയുള്ള വിളക്ക് മാടത്തിൽ. അത് തന്നെയും, ആ സ്ഫടികം തന്നെയും നല്ല ശോഭയുള്ള രത്നമയമായ മുത്തുമയമായ പ്രശോഭിതമായ നക്ഷത്ര സമാനം. എന്തെല്ലാം വിവരണങ്ങളാണ്!
ആ പ്രകാശത്തിൻ്റെ ഒരു പൊലിമയും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ശുദ്ധിയും അതിൻ്റെ പവിത്രതയും അതിൻ്റെ തെളിമയും അതിൻ്റെ വിശുദ്ധിയും എല്ലാം ഈ ഉപമയിൽ കൃത്യമാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വലൗലം തംസസ്ഹു നാർ. ഇനി പ്രകാശം കൂടി കിട്ടുമ്പോഴോ, തീ കൂടി അതിനെ സ്പർശിക്കുമ്പോഴോ, നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അങ്ങനെ പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി, യഹ്ദില്ലാഹു ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് യഹ്ദില്ലാഹു, അള്ളാഹു നേർവഴി കാണിക്കുന്നു. അള്ളാഹു ആ പ്രകാശത്തിലേക്ക്, ലിനൂരിഹി അവൻ്റെ പ്രകാശത്തിലേക്ക് അള്ളാഹു മാർഗദർശനം നൽകുന്നു. ആരെ? മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. എല്ലാവർക്കും ആ പ്രകാശം കൊടുക്കൂല, കിട്ടുകയുമില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. തീർന്നില്ല. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, വയദ്രിബുല്ലാഹു, അള്ളാഹു വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ലറബ എന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചു എന്നല്ല, ഇവിടെ ഉദാഹരണം പറഞ്ഞു എന്നാണ്. വയദ്രിബുല്ലാഹു, അള്ളാഹു വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അൽ അംസാല, ഉപമകളെ. മസലിന്റെ ബഹുവചനമാണ് അംസാല്. അപ്പൊ അള്ളാഹു ഉപമകളെ, ഉദാഹരണങ്ങളെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആർക്ക്? ലിന്നാസി, ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകുവാനാണ് ഈ ഉപമകൾ പറയാറുള്ളത്. അങ്ങനെ അല്ലാഹു വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു ജനങ്ങൾക്ക് ഉപമകളെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനുമാണ്. അല്ലാഹു ബികുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലീമും, നന്നായി അറിയുന്നവനുമാകുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞു, മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ ചുവരുകളിലും പണ്ട് കാലങ്ങളിൽ വീടുകളിലെ ചുവരുകളിലും മറ്റുമൊക്കെ തിരിവിളക്കുകൾ വെക്കുന്നതിന് ഉണ്ടാക്കുന്ന പൊത്തുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ നാടുകൾ വെടിപ്പോതുകൾ, വെടിപ്പഴുതാണ് ശരിക്കത്, വെടിപ്പോതുകൾ എന്നൊക്കെ പറയുന്ന പിന്നെ ഈ വിളക്കുകൾ വെക്കാനുള്ള പൊത്തുകളാണ്. പിന്നീട് മണ്ണെണ്ണ വിളക്കുകളിലേക്ക് പരിഷ്കരണം വന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈറ്റുകളിലേക്ക്, അങ്ങനെ മറ്റു വിധത്തിലുള്ള എല്ലാ അധുനാധുന സംവിധാനങ്ങളൊക്കെ പിന്നീട് നിലവിൽ വന്നു. ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ രൂപത്തിലുള്ള വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ ഇന്ന് അധുനാധുന സംവിധാനങ്ങളാൽ ലഭ്യമാണ്. അന്ന് അതൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും എന്നാൽ എക്കാലത്തും ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതുമായ കാര്യങ്ങൾ. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങിയ കാലത്തുള്ളവർക്കും മനസ്സിലാവും, ശേഷമുള്ളവർക്കും മനസ്സിലാവും. എല്ലാവർക്കും ഉള്ളതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ നിലക്ക് കാറ്റൊന്നും വരുമ്പോൾ കെട്ടുപോകാതെ തന്നെ എന്നും നിലനിൽക്കുന്ന, ശരിക്കും വെളിച്ചം കാണുവാൻ വേണ്ടി തന്നെ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്ന വിളക്കിനോടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശത്തെ അവൻ ഉപമിച്ചിട്ടുള്ളത്.